ഇന്നിവിടെ ഇരുന്ന് തൗബ ചെയ്യാൻ തീരുമാനിച്ചില്ലേ? ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ തീരുമാനിച്ചില്ലേ? ഇവിടെ ഇരുന്നു കൊണ്ട് തൗബ ചെയ്യാമെന്ന് തീരുമാനിച്ചവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമെന്താ? നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം നോമ്പുകാരന്റെ പ്രതിഫലമല്ല, പടച്ചവനെ പള്ളി കെട്ടിക്കൊടുത്തവന്റെ പ്രതിഫലമല്ല, ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും ഏറ്റുപറയുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇന്ന് ഈ സദസ്സിലിരുന്നു കൊണ്ട് തൗബ ചെയ്യാ തീരുമാനിച്ചല്ലോ, അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അതാ നബി തങ്ങൾ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും ഏറ്റുപറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരുണ്ടല്ലോ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരയുന്നവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം ലാ യലിജുന്നാർ ബകാ മിൻ ഖസിയത്തില്ലാഹ് ഹത്താ യറുദ്ദുൽ ലബന ഇലൽ റഈ. അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നബി തങ്ങൾ പറയുകയാ, ലാ യലിജുന്നാർ ബകാ മിൻ ഖസിയത്തില്ലാഹ്. അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. വെള്ളിയാഴ്ച ജുമഅയ്ക്ക് പള്ളിയിൽ പോകുമ്പോ രണ്ടാമത്തെ ഖുതുബയിൽ പള്ളിയിലെ ഖതീബ് മിമ്പറിൽ നിന്ന് കൊണ്ട് പറയുന്ന മൂന്ന് വട്ടം പറയുകയാ, ആ ഒരു കാര്യം മാത്രം എല്ലാ വെള്ളിയാഴ്ചയും 3 പ്രാവശ്യം പറയുകയാ, അല്ലാഹുമ്മ ജിർനി മിനന്നാർ, അല്ലാഹുമ്മ ജിർനി മിനന്നാർ, അല്ലാഹുമ്മ ജിർനി മിനന്നാർ. ആ ഭയാനകമായ നരകമുണ്ടല്ലോ, മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന പടച്ച റബ്ബിന്റെ ഭയാനകമായ ആ നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ തീ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പടച്ച റബ്ബിനെ ഭയന്നുകൊണ്ട് അല്ലാഹുവിന്റെ അദാബുകളെ ചിന്തിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് ഒലിച്ചാൽ, അവനെ നരകത്തിൽ കൊണ്ടിട്ടാൽ നരകത്തിന്റെ തീ പോലും അവനെ തൊടില്ല, നരകത്തിന്റെ ശിക്ഷ അവനെ ബാധിക്കില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ എന്താണ് നരകമെന്നറിയുമോ? എന്താണ് നരകമെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇസ്റാഉം മിഅ്റാജും എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടത്തിയല്ലോ. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശം കടന്ന് പടച്ച റബ്ബിന്റെ സന്നിധാനത്തിലേക്ക് നബി തങ്ങൾ കടന്നു പോയല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ആകാശത്തിന്റെ കവാടങ്ങൾ കടക്കുമ്പോ മലക്കുകളെ കവാടങ്ങൾ തുറന്നുകൊണ്ട് സ്വീകരിക്കുകയാണ്. എല്ലാവരും സന്തോഷത്തിലാണ്. പ്രവാചകന്മാര് നബി തങ്ങളെ കാത്തു നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ ഓരോ ആകാശത്തിന്റെ കവാടങ്ങളിലും കോടാനുകോടി വരുന്ന മലക്കുകള് നബി തങ്ങളെ ആനയിക്കുകയാ, സ്വീകരിക്കുകയാ. എല്ലാവരുടെ മുഖത്തും വല്ലാത്ത പുഞ്ചിരിയാണ്. നബി തങ്ങൾ ആകാശത്തിന്റെ കവാടങ്ങൾ കടന്ന് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ ഒരു കാഴ്ച കാണുകയാണ്. എല്ലാവരും സന്തോഷത്തിലാണ്, എല്ലാവരും ചിരിക്കുന്നുണ്ട്. പക്ഷേ ഒരേ ഒരു മലക്കു മാത്രം ചിരിക്കുന്നില്ല. ആ മലക്കിനൊരു സന്തോഷമില്ല. തല താഴ്ത്തി പിടിച്ചിരിക്കുകയാണ്, തല പോലും ഉയർത്തുന്നില്ല. പേടിച്ച് വിറച്ചവനെ പോലെ നടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ജിബ്രീൽ, ആരാണ് ജിബ്രീൽ? ആ മലക്കാരാണ് ജിബ്രീൽ. യാ റസൂലല്ലാഹ്, അത് മാലിക് എന്ന് പറയുന്ന മലക്കാണ് നബിയേ. എന്തേ ചിരിക്കാത്തത്? അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ട് പോലും നിനക്ക് എന്തേ സന്തോഷമില്ലാത്തത്? ആ സമയത്താണ് മാലിക് എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, വല്ലാത്ത സന്തോഷമുണ്ട് നബിയേ, ഞാൻ ചിരിക്കുന്നുണ്ട് നബിയേ. പക്ഷേ
എന്റെ മുഖത്ത് ചിരി വരുന്നില്ല. ഞാൻ ചിരിച്ചാൽ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാണ്. എനിക്ക് തല ഉയർത്താൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? എനിക്ക് ഖിയാമത്ത് നാൾ വരെ കഴിയില്ല നബിയേ. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, സന്തോഷമില്ലാഞ്ഞിട്ടല്ല, അങ്ങയെ കാണണമെന്ന് വല്ലാത്ത കൊതിയായിരുന്നു നബിയേ. എന്തുകൊണ്ടാണ്? മരിക്കുന്ന കാലം വരെ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ മുഖത്ത് നിന്ന് സന്തോഷം നഷ്ടപ്പെട്ടു പോയത്, അവിടെ നിന്ന് ചിരിക്കാൻ കഴിയാത്തത്. അതിന്റെ കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകം ഞാനൊന്ന് കണ്ടുപോയി നബിയേ. ആ നരകം കണ്ടതുകൊണ്ടാണ് ഇനി മരിക്കുന്ന കാലം വരെ എനിക്ക് ചിരി വരൂല, എനിക്ക് സന്തോഷം വരൂല. അത്രയും ഭയാനകമാണ് നരകം, അത്രയും ഭയാനകമാണ് നരകം. പടച്ചവനെ, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, 3000 കൊല്ലം കത്തിച്ച നരകമുണ്ടല്ലോ. പടച്ചവനെ, ഉസ്താദന്മാര് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോതിയിട്ട് അല്ലാഹനെ പേടിച്ച് നടക്കടാ, ഔറത്ത് മറച്ചുകൊണ്ട് നടക്ക്, അഹങ്കാരികളെ പോലെ നടക്കരുത്. ദുനിയാവിലെ തീയുണ്ടല്ലോ, ആ നരകത്തിലെ തീയിലെ 70 അംശമാണ്. പെണ്ണുങ്ങളോട് പറയുന്ന തലമറയ്ക്കണേ, അല്ലാഹനെ പേടിക്കണേ. നരകത്തിൽ കിടക്കുന്നത് അധികം പെണ്ണുങ്ങളാണ്. നിങ്ങൾ അല്ലാഹനെ ഭയന്ന് നടക്കണമെന്ന് പറയുമ്പോ ഇന്നത്തെ യുവതലമുറ ചോദിക്കുകയാണ്, ഉസ്താദേ പ്രായമുള്ളവരോട് പറ. ഇന്ന് നരകത്തെ കുറിച്ചൊക്കെ പറയുമ്പോ നരകത്തിന്റെ ശിക്ഷകളെ കുറിച്ചും നരകത്തിന്റെ തീയെക്കുറിച്ചും ഉസ്താദന്മാര് പ്രസംഗിക്കുമ്പോ ചെറുപ്പക്കാര് പറയണത് അത് പ്രായമുള്ളവരോട് പോയി പറ. ഞങ്ങളൊക്കെ വിദ്യാഭ്യാസം കൂടിയവരാ, ഞങ്ങളോടൊന്നും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇന്ന് ചോദിക്കുന്നത് എവിടെയാ നരകം ഇരിക്കുന്നതെന്നാ. ഉസ്താദെ, നിങ്ങൾ പറയുന്നത് അല്ലാഹു നരകം സൃഷ്ടിച്ചിട്ടുണ്ടെന്നാ. നരകം ഇരിക്കുന്നത് ആകാശത്തിലാണോ, ഭൂമിയിലാണോ, കടലിനടിയിലാണോ? എവിടെ ഇരിക്കണേ? ഈ പെൺകുട്ടികളോട് പറയുന്ന മക്കളെ, നിങ്ങളൊക്കെ അല്ലാഹനെ പേടിച്ച് നടക്ക്, തലമറയ്ക്ക്, ശരീരം മറയ്ക്ക്, അല്ലാഹനെ ഭയന്ന് ജീവിക്ക്. നരകത്തിൽ കൂടുതൽ പെണ്ണുങ്ങളാ. അപ്പൊ ചോദിക്ക, ഉസ്താദെ, എല്ലാരും സ്വർഗത്തിൽ പോയാ നരകത്തിലും പോകാൻ ആള് വേണ്ടേ? എല്ലാരും അങ്ങ് സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നരകത്തിൽ ആരാ പോവാ? നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോക്കോ, ഞങ്ങൾ എന്തായാലും ഇങ്ങോട്ട് തന്നെ പോവാ. നിങ്ങളൊക്കെ എത്ര വഴുതു പറഞ്ഞാലും നമ്മളും മാറൂല. എന്റെ കുട്ടികളെ ചോദിക്കുന്നത് എവിടെയാണ് നരകമെന്നാ. എന്റെ പൊന്നാര സഹോദരിമാരെ, ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നിന്റെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുവോ? എല്ലാരും അവരുടെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമല്ലോ. പറഞ്ഞിട്ട് കേൾക്കണില്ലെങ്കിൽ കൊള്ളുമ്പോ പഠിക്കുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് നരകം എവിടെയാണ് ഇരിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ ആ നരകത്തെ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിലേക്ക് അല്ലാഹു കൊണ്ടുവരുമല്ലോ. നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണിന്റെ മുമ്പിലേക്ക് അല്ലാഹു നരകത്തെ കൊണ്ടുവരുമല്ലോ. എപ്പോഴാണ് കൊണ്ടുവരുന്നത്? പടച്ചവനെ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുകയാ. പടച്ച റബ്ബിന്റെ കോടതിയിൽ എല്ലാവരും നിൽക്കുമ്പോ അതാ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ ചാരത്ത് ചെല്ലുകയാ. മാലിക്കേ, കൊണ്ടുവരാൻ പറയുകയാ. അല്ലാഹുവിന്റെ നരകത്തെ കൊണ്ടുവാ, എല്ലാവരും ഒന്ന് കാണട്ടെ. അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തെ കൊണ്ടുവരാ പറയുമ്പോ ആ മലക്ക് തന്നെ ചോദിക്കുന്നു, ജിബ്രീൽ, എങ്ങനെയാ ജിബ്രീല്, എങ്ങനെയാ കൊണ്ടുവരുന്നത്? ജനങ്ങൾക്ക് താങ്ങാൻ പറ്റില്ലല്ലോ. അല്ലാഹുവിന്റെ കൽപ്പനയാ, അല്ലാഹുവിന്റെ കൽപ്പനയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, തന്റെ അനുയായികളെ വിളിക്കുകയാണ്, മലക്കുകളെ വിളിക്കുകയാണ്. ചങ്ങലയെടുത്തുകൊണ്ടുവാ, ചങ്ങലയെടുത്തുകൊണ്ടുവാ, നരകത്തെ കൊണ്ടുവരാറ്. പടച്ചവനെ, നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ പോയി 70,000 ചങ്ങലയെടുക്കുകയാ. 70,000 ചങ്ങല. പടച്ചവനെ, ചങ്ങലയുടെ വലുപ്പമല്ല, ചങ്ങലയിലെ കൊളുത്തുണ്ടല്ലോ, ആനയെ കെട്ടുന്ന ചങ്ങല കണ്ടിട്ടുണ്ടല്ലോ, കൊളുത്തുകൾ ചേർത്ത് ചേർത്ത് വെച്ചാണ് ചങ്ങല ഉണ്ടാക്കുന്നത്. ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ഒരു ചങ്ങലയില് ഒരു കൊളുത്തിന്റെ വലുപ്പമുണ്ടല്ലോ. ഈ കാണുന്ന പ്രപഞ്ചമുണ്ടല്ലോ, ഈ കാണുന്ന ലോകമുണ്ടല്ലോ, ഈ ലോകത്തിനെക്കാളും വലുപ്പമുണ്ട്.
നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയിലെ ഒരു കൊളുത്തിന് ഇതുപോലെയുള്ള കൊളുത്തുകൾ കൊണ്ടുണ്ടാക്കിയ 70,000 ചങ്ങലകൾ കൊണ്ടുവരികയാ, നരകത്തെ ബന്ധിപ്പിക്കുകയാ. ഒരു ചങ്ങലയിൽ 70,000 മലക്കുകള്, ഓരോ ചങ്ങലയിലും ഇൻഷാ അല്ലാഹ് നിസ്കാരം നമുക്ക് ഒരുമിച്ച് നിസ്കരിക്കാം. പ്രസംഗം കഴിഞ്ഞിട്ട് ഒരുമിച്ച് നിസ്കരിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചങ്ങലയിൽ 70,000 മലക്കുകൾ. ഇങ്ങനെ അള്ളാഹുവിൻ്റെ മലക്കുകൾ ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരും പരലോകത്തേക്ക്. ഈ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ ഇത് എവിടെയാണെന്ന് ചോദിച്ച ചങ്ങാതിമാരുണ്ടല്ലോ, അവരിങ്ങനെ കാണും ഈ നരകത്തെ. ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുന്നത് കാണുമ്പോ അവര് തന്നെ അള്ളാഹുവിനോട് പറയുകയാണ്, റബ്ബനാ അബ്സറിനാ വസമിഅനാ ഫർജിഅനാ. അള്ളാഹുവിനോട് പറയുന്ന, പടച്ചവനെ, നരകം കണ്ടു തമ്പുരാനെ, ആഴം കണ്ടു, വലുപ്പം കണ്ടു, തീ കണ്ടു, എല്ലാം എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു പടച്ചവനെ. ആ നരകത്തെ അള്ളാഹു നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തരും. ആ സമയത്ത് അള്ളാഹിനോട് പറയും അത്രേ, റബ്ബനാ അബ്സറിനാ വസമിഅനാ ഫർജിഅനാ. അള്ളാഹുവേ, പടച്ചവനെ, എല്ലാം വിശ്വാസമായി റബ്ബേ, കണ്ടുകൊണ്ട് കണ്ടു, ചെവി കൊണ്ട് കേട്ടു അള്ളാഹുവേ, അതുകൊണ്ട് ഫർജിഅനാ, ഒരവസരം എന്താ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ പറയുന്നു, നമ്മൾ ഈ റമദാനിന്റെ അവസാന 10 ദിവസം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, അള്ളാഹുവേ, നരകത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്ത്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും എളുപ്പ വഴി കരയല. നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട്, അള്ളാഹിനെ പേടിച്ചുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ നാളെ അള്ളാഹു പിടിച്ചു നിർത്തിയിട്ട് എണ്ണി എണ്ണി ചോദിക്കുമോ എന്നുള്ള ഒരു ഭയമുണ്ടല്ലോ. ആ ഭയന്നുകൊണ്ട് പടച്ച റബ്ബിന്റെ അദാബുകളെ കുറിച്ച് ഓർത്തുകൊണ്ട് കരഞ്ഞ അള്ളാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, ലാ യലിജുന്നാർ ബകാ മിൻ ഖശിയത്തില്ലാഹ്. ഒരിക്കലും നരകത്തിന്റെ തീ നിന്നെ തൊടില്ല, ഒരു കാലത്തും അല്ലാഹു നിന്നെ നരകത്തിലിടൂല. എന്നിട്ട് നബി തങ്ങൾ ഒരു ഉദാഹരണം പറയുകയാണ്, ഉദാഹരണ സഹിതമാണ് പറയുന്നത്. ഏതുപോലെ എന്നറിയുമോ? ഹത്താ യറുദ്ദുൽ ലബന ഇലൽ റഈ. ഒട്ടകത്തിന്റെ അകടിൽ നിന്ന് പാല് കറക്കുകയാണ്, പാത്രത്തിലേക്ക് പാല് കറന്നൊഴിച്ചു. ആ പാത്രത്തിൽ വീണ പാലുണ്ടല്ലോ, അത് അകടിലേക്ക് തിരിച്ചു
തിരിച്ചു പോകാത്ത കാലത്തോളം അല്ലാഹുവിനെ ഭയന്ന് കരഞ്ഞവനെ നിന്നെ നരകത്തിന്റെ തീ തൊടില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ പ്രതിഫലമെന്ത്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലി വറജുലുൻ ദക്കറല്ലാഹു ഖലിയാ വഫാലത് ഐനാ. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? രണ്ടാമത്തെ പ്രതിഫലം എന്താണ്? പടച്ച റബ്ബേ, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുകയാണ്. ഖബറിനകത്ത് കിടക്കുന്നവർ, ഭൂമിയുടെ അടിയിൽ കിടക്കുന്നവർ എല്ലാവരും എഴുന്നേൽക്കുകയാണ്. മുക്കുന്നം പള്ളിയുടെ ഖബർസാലിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. പട്ടിയുടെ കോലത്തില്, പന്നിയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയെ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, എഴഞ്ഞു വരുന്നവർ, മുഖത്തു മാംസമില്ലാത്ത, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മലദ്വാരത്ത് കൊടികുത്തി വെച്ച് വരുന്നവർ, ആണുങ്ങളും പെണ്ണുങ്ങളുമെല്ലാം മുടിതുണിയില്ലാതെ നഗ്നരായിട്ട് പേടിച്ചു വിറച്ചുകൊണ്ട് ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. റബ്ബേ, ഇന്ന് ഈ ഫാനിന്റെ ചുവട്ടില് നമ്മളിവിടെ ഇരിക്കുമ്പോ, വയല് കേൾക്കാൻ നടന്നു വരുമ്പോ ഈ 4 മണി സമയത്ത് ചൂട് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. വല്ലാത്ത ചൂട്, ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകുകയാണ്. വല്ലാത്ത പ്രയാസമാണല്ലോ ഉസ്താദേ, വല്ലാത്ത ചൂടാ എന്ന് പറയുന്ന മുസ്ലിമേ, ഈ 4 മണി സമയത്ത് ആ റോഡിലൊന്ന് ഇറങ്ങി നിന്നാ നീ തളർന്ന് താഴെ വീഴുകയാ. സൂര്യൻ നിൽക്കുന്നത് 15 ലക്ഷം കിലോമീറ്റർ മുകളിലാണ്. അതിന്റെ ചൂട് താങ്ങാൻ പറ്റുന്നില്ല. വിയർപ്പ് നിനക്ക് ബുദ്ധിമുട്ടാണ്. എങ്കിലും ചൂടിവിടെയൊന്നുമല്ല. ചൂടൊക്കെ എവിടെയാണെന്നറിയോ? ചൂടുള്ള നാളുണ്ട്, കിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വൻദോഷ വണ്ടിയോ മായി വരും കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്നാ കോള. എന്റെ പ്രിയപ്പെട്ടവരെ, ചുമന്ന ഇഷ്ടിക കണ്ടിട്ടുണ്ടല്ലോ? അത് എങ്ങനെയാണ് ചുമന്ന നിറമായത്? അത് അടുക്കി വെക്കുന്ന ചൂള കണ്ടിട്ടുണ്ടോ? ആ ചൂളയുടെ അടുത്തു പോകാൻ എന്ത് പ്രയാസമാ. ആ ചൂളയൊന്നുമൊന്നുമല്ല വാപ്പാ. ചെറുപ്പക്കാരാ, കടക്കലിൽ നിന്ന് കാളവണ്ടി ചുമട് വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ടല്ലോ? ആ കാളയുടെ വായിൽ നിന്ന് പതയും നൊരയും ഇങ്ങനെ ഒഴുകുകയാണ്. കണ്ടിട്ടുണ്ടല്ലോ മോനെ? അള്ളാന്റെ പരലോകത്ത് മനുഷ്യന്മാരുടെ വായിൽ നിന്ന് പതയും നൊരയും ഇങ്ങനെ ഒഴുകുകയാ. പെങ്ങളെ, അടുക്കളയിൽ ചോറ് വെക്കുമ്പോ കലത്തിനകത്ത് കിടന്ന് ചോറ് തിളച്ചു മറിയുന്നത് കാണുന്നവളല്ലേ? എങ്കിലും പെങ്ങളെ, അള്ളാടെ കോടതിയില് നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ഒരു ദിവസം വരാറുണ്ട്. യാ വൈലതാ യാ ഹസ്റതാ എന്ന് നിലവിളിക്കുന്ന ഒരു ദിവസം. ഉടുതുണിയില്ലല്ലോ, ആണും പെണ്ണും വസ്ത്രം ധരിച്ചിട്ടില്ല, ചെരുപ്പില്ല. ചെമ്പിന്റെ തറയില് 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, അന്ന് ഒരു ചാണ് മുകളില്, തലയുടെ ഒരു ചാണ് മുകളില് അള്ളാഹു സൂര്യനെ ഇങ്ങനെ ഇറക്കുമല്ലോ.
ആ പരലോകത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് പരലോകത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. എന്നിട്ട് വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ മഹദി ആയിഷ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി കരഞ്ഞ് കരഞ്ഞ് തളർന്നു കിടക്കുകയാണ്. നബി തങ്ങൾ ഓടിച്ചെന്നോ ആയിഷാനെ പൊക്കിയെടുത്തു, മടിത്തട്ടിൽ കിടത്തി വെള്ളമെടുത്തു കൊണ്ടുവന്ന് ആയിഷയുടെ വായിലേ കുടിച്ചു കൊടുത്തു. എന്തു പറ്റി ആയിഷ, എന്തു പറ്റി ആയിഷ? യാ റസൂലല്ലാഹ്, അങ്ങ് പരലോകത്തെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ പേടിച്ച് കരഞ്ഞതാണ് നബിയേ. ചെറിയ പ്രായമാണല്ലോ, തളർന്നു കിടക്കുന്ന ഭാര്യയുടെ കണ്ണുനീര് തുടയ്ക്കുകയാണ്, വെള്ളം വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ആയിഷ ബീബി ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, എന്നെ വല്ലാത്ത ഇഷ്ടമാണോ നബിയേ? സ്നേഹമുണ്ടോ നബിയേ? ഇഷ്ടമാണ് ആയിഷ, സ്നേഹമാണ് ആയിഷ, നീ എനിക്ക് ജീവനാണ് ആയിഷ. നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിനോട് അവിടെ നിന്ന് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റു പരലോകത്ത് വരുമ്പോ, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റിട്ട് അല്ലാഹുവിന്റെ മസ്റയിലേക്ക് കടന്നു വരുമ്പോ ഈ സ്നേഹം കാണിക്കുമോ നബിയേ? എന്നെ കൈപിടിക്കുമോ നബിയേ? എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുമോ നബിയേ? അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന നബിതങ്ങളെ കരയുകയാണ്. അതുവരെ സമാധാനിപ്പിച്ചു കൊണ്ടിരുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ടടങ്ങളെ നിറഞ്ഞു ഒഴുകുകയാ. എന്തേ നബിയേ? എന്തു പറ്റി നബിയേ? ആയിഷ വല്ലാത്ത ചോദ്യമായി പോയി ആയിഷ, ഒരു വല്ലാത്ത ചോദ്യമായി പോയി ആയിഷ. പെങ്ങളെ, പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്നവരല്ലേ നിങ്ങള്? നിങ്ങൾ ആ വേദന അനുഭവിച്ചവരാണല്ലോ, അത് വല്ലാത്ത വേദനയാണല്ലോ. എങ്കിൽ എന്റെ പെങ്ങളോട് പറയട്ടെ, അല്ലാഹുവിന്റെ കോടതിയിലെങ്ങാട് ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ, ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന അറിയില്ല ഉമ്മ, അറിയാതെ പ്രസവിച്ചു പോകും, അറിയാതെ പ്രസവിച്ചു പോകും. അങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ആയിഷ സലാസത്തുൻ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 3 സ്ഥലമുണ്ട് ആയിഷ, 3 സ്ഥലമുണ്ട് ആയിഷ. ആ 3 സ്ഥലങ്ങളിൽ ജനങ്ങൾ എത്തിക്കഴിഞ്ഞ ഫലാ യദ്കുറു അഹദുൻ അഹദാ, വാപ്പ തിരിഞ്ഞു നോക്കൂല, ഉമ്മ തിരിഞ്ഞു നോക്കൂല, മക്കള് തിരിഞ്ഞു നോക്കൂല, കൂടപ്പറപ്പ് തിരിഞ്ഞു നോക്കൂല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. ഒരാളും തിരിഞ്ഞു നോക്കില്ല. ആ പരലോകമുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയില് ചെമ്പിന്റെ തറയില് ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും നിൽക്കുമ്പോ ഒരേ ഒരു തണലേ ഉള്ളൂ, ഒരേ ഒരു തണലേ ഉള്ളൂ. എവിടെയാണ് തണലെന്നറിയോ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ സിംഹാസനത്തിന്റെ താഴെയാ, അല്ലാഹുവിന്റെ അർശിന്റെ താഴെ, അല്ലാഹുവിന്റെ അർശിന്റെ താഴെ. അവിടെ മാത്രമേ തണലുള്ളൂ, അവിടെ മാത്രമേ തണലുള്ളൂ. ആ തണലുള്ള ആ ദിവസമുണ്ടല്ലോ, അല്ലാഹുവേ, അല്ലാഹു വിവിഐപികളെ വിളിക്കുകയാണ്. 7 വിവിഐപികള്, 7 വിവിഐപികള്. നിങ്ങൾ വെയിൽ കൊള്ളേണ്ടവരല്ല, നിങ്ങൾ പ്രയാസം അനുഭവിക്കേണ്ടവരല്ല. 7 വിഭാഗം ആൾക്കാർ അല്ലാഹു വിളിക്കുകയാ. എന്നിട്ട് ഇരിപ്പിടം കൊടുക്കുകയാണ്, സിംഹാസനത്തിന്റെ താഴെ ഇരിപ്പിടം കൊടുക്കുകയാണ്. ആ 7 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയോ?
സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ദില്ലി വറജുലുൻ ദക്കറല്ലാഹു ഖാലിയാ വഫാലത് ഐനാ. നോമ്പ് പിടിച്ചുകൊണ്ട് നോമ്പ് മുറിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ സദസ്സിലിരുന്നു കൊണ്ട് അള്ളാന്റെ ശിക്ഷകളെ കുറിച്ച് ഓർത്തിട്ട് ഇന്ന് ഈ സദസ്സിലിരുന്നു കൊണ്ട് ഒരു തുള്ളി കണ്ണുനീര് നിന്റെയൊക്കെ കണ്ണിൽ നിന്നൊലിപ്പിച്ച ഒന്ന് കരയാൻ പറ്റുമോ? ഒന്ന് കരയാൻ പറ്റുമോ? ഒരു തുള്ളി കണ്ണുനീര് കണ്ണിൽ നിന്നൊലിപ്പിച്ച അള്ളാഹു നാളെ പരലോകത്ത് പടച്ചവനെ എവിടെ വെച്ചാണ് അള്ളാഹു നിന്നെ തിരഞ്ഞെടുക്കുന്നതെന്നറിയോ? ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാര്, ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും സുലൈമാൻ നബിയും അയ്യൂബ് നബിയും സക്കരിയ നബിയും യഹ്യാ നബിയും ഈസാ നബിയും എല്ലാ പ്രവാചകന്മാര്, അവരുടെ സമുദായം, അവിടുത്തെ സമുദായം, അല്ലാഹുവിന്റെ പ്രവാചകര്, നബിതങ്ങളുടെ ഭാര്യമാര്, നബിതങ്ങളുടെ മക്കള്, അവിടുത്തെ സ്വഹാബത്ത്, താബീങ്ങള്, തബഉ താബീങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, ഹാഫിളീങ്ങള്, ആലിമീങ്ങള്, ആബിദീങ്ങള്, സ്വാലിഹീങ്ങള്, നിന്റെ വാപ്പ, നിന്റെ ഉമ്മ, നിന്റെ കൂടപ്പറപ്പ്, നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ നാട്ടുകാര്, നിന്റെ കൂട്ടുകാര്, നിന്റെ കുടുംബക്കാര്, കോടാനി വരുന്ന ജനങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് നിൽക്കുമ്പോ ഈ കൈപൊക്കി അല്ല നിന്നെ വിളിക്കുകയാണ്. വാടാ സിറാജ്, വാടാ സിറാജ്, വെയിൽ കൊള്ളണ്ടവനല്ല, പ്രയാസപ്പെടേണ്ടവനല്ല, നീ എന്നെ ഓർത്ത് കരഞ്ഞവനാ, എന്നെ പേടിച്ച് കരഞ്ഞവനാ. അതുകൊണ്ട് വറജുലുൻ ദക്കറല്ലാഹു ഖാലിയാ വഫാലത് ഐനാ. അല്ലാഹുവിന്റെ അർശിന്റെ താഴെ അല്ലാഹു നിനക്കൊരു സ്ഥാനം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും പേര് ഇവിടെ ഇരിക്കണം. ഈ സ്റ്റേജിനകത്ത് കയറിയിരിക്കാൻ ആരെ കൊണ്ടും പറ്റും? നിങ്ങളിൽ ആർക്ക് വേണമെങ്കിൽ ഇവിടെ കയറിയിരിക്കാം, ഒന്നും വേണ്ട. പക്ഷെ ഇതിലൊന്നും കാര്യമില്ല. ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാരും അവരുടെ സമുദായവും എല്ലാവരും നിൽക്കുന്ന അള്ളാന്റെ കോടതിയിൽ അല്ല വിളിക്കും ഓരോന്നിനെ. വാ ആയിഷ, വാ ഖദീജ, വാ സിറാജ്, വാ അബൂബക്കറെ, നീ വാ, നീ നിൽക്കേണ്ടവനല്ല, വാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ അർശിന്റെ താഴെ അള്ളാഹു ഒരു സ്ഥാനം കൊടുക്കും 7 പേർക്ക്. 7 പേർക്ക്. ആ 7 പേരിൽ ഒരാൾ ആരെന്നറിയുവോ? ഇന്നിവിടെ ഇരുന്ന് കരയുന്നവനാ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. രണ്ടാമത്തെ വിഭാഗം അവരാ. 3 അസർ നിസ്കരിച്ചിട്ടില്ല, നിർത്തണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് 3 എണ്ണം പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ബോറടിക്കണുണ്ടാ? നോമ്പ് പിടിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന അവസ്ഥ എന്താന്ന് നമുക്ക് അറിയത്തുള്ളൂ. നോമ്പ് പിടിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നതിന്റെ അവസ്ഥ എന്താണ് നമുക്ക് അറിയത്തുള്ളൂ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അപ്പൊ എല്ലാവരും ഇപ്പൊ എങ്ങനെയാണല്ലോ കാലങ്ങൾ, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ. ഇൻഷാ അല്ലാഹ് പേടിയാ, ലൈവൊക്കെ ഒന്നും പറയാൻ പറ്റാത്ത. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, 3ാമത്തെ വിഭാഗം അള്ളാഹു നിങ്ങൾക്ക് തരുന്ന 3ാമത്തെ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ നബിതങ്ങൾ പറയാ, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുക. എല്ലാരും അള്ളാന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുകയാ. ഒരാളെ ഇങ്ങനെ നരകത്തിലേക്ക് മലക്കുകൾ കൊണ്ടുപോകുന്നുണ്ട്. നരകത്തിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോകുമ്പോ ആ മനുഷ്യൻ ദുനിയാവിൽ വെച്ച് കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ. ഇന്ന് നിങ്ങൾ ഈ മജ്ലിസിലിരുന്ന് ദുആ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞാൽ ആ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീര് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ഇത് വരും. നബിതങ്ങൾ പറയാ, ഒരു തുള്ളി കണ്ണുനീര് വന്നിട്ട് നബിതങ്ങൾ പറയുന്നു, ആ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചു. ആ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് ആ കണ്ണുനീര് പറയുകയാ, അള്ളാഹു ഇവനെ നരകത്തിലിടാൻ പറ്റൂല, ഇവനെ നരകത്തിലിടാൻ പറ്റൂല. ഇവൻ നിന്നെ ഓർത്തുകൊണ്ട് ഭയന്നുകൊണ്ട് കരഞ്ഞവനാ, ഇവൻ നിന്നെ ഭയന്നുകൊണ്ട് കരഞ്ഞവനാ, ഇവനെ നരകത്തിലിടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കണ്ണുനീര് ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി
ഉറക്കെ പറഞ്ഞ നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു തുള്ളി കണ്ണുനീര് മതി നമുക്ക് സ്വർഗത്തിൽ പോകാൻ. നമ്മുടെ കണ്ണിൽ നിന്ന് വീഴുന്ന ഒരു തുള്ളി കണ്ണുനീർ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളോട് ചിരിക്കാൻ പറഞ്ഞാൽ മതി, നിങ്ങളൊക്കെ ചിരിക്കും. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ചിരിക്കാൻ പറഞ്ഞാൽ എല്ലാവരും ചിരിക്കും. എന്നാ കരയാൻ പറഞ്ഞാൽ കരയാൻ പറ്റുമോ? ഇല്ല. ഒരാളോട് ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കും, കരയാൻ പറഞ്ഞാൽ നമ്മളിൽ അധികം പേർക്കും കരയാൻ പറ്റൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കരയണം 5 സമയങ്ങളിൽ. 5 സമയങ്ങളിൽ കരയണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 5 സമയങ്ങളിൽ കരയണം. നമ്മൾ കരയാൻ പാടില്ലാത്ത സ്ഥലത്ത് മുഴുവനും കരയും. മരിച്ച വീട്ടിൽ പോയിരുന്ന് നെഞ്ചത്തടിച്ച് കരയും. കരയാൻ പാടുണ്ടോ? കരയാൻ പാടുണ്ടോ? രോഗിയുടെ ചാരത്ത് പോയിരുന്ന് കരയാൻ പാടുണ്ടോ? നമ്മൾ മരിച്ച വീട്ടിൽ പോയിരുന്ന് നിലവിളിച്ച് കരയും. ഒരു ക്യാൻസർ രോഗം, ഞാൻ ഈ അടുത്തൊരു അനുഭവം പറയാം. ഈ അടുത്ത് കിഡ്നി രോഗിയായ ഒരാളെ കാണാൻ പോയി. അദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ട അവസ്ഥയിലാണ്. കാണാൻ പോയപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞ ഒരു മറുപടി, നമ്മളൊക്കെ ഈ രോഗികളെ കാണാൻ പോകും. രോഗികളെ കാണാൻ പോയിട്ട് അദ്ദേഹത്തിന്റെ അടുക്ക പോയിരുന്നിട്ട് പറയും, ഓ, കിഡ്നിയൊക്കെ മാറ്റി വെക്കണോന്ന് പറഞ്ഞില്ലേ? എന്റെ കുടുംബത്തിൽ ഒരു സഹോദരന്റെ കിഡ്നി മാറ്റി വെച്ചു, പക്ഷെ ഫെയിലായി പോയി, മരിച്ചുപോയി. ആരോടാ പറയണേ? ആരോടാ പറയണേ? കിഡ്നി രോഗിയായി മാറ്റിവെക്കാൻ കിടക്കുന്നവന്റെ അടുത്ത് പോയിരുന്നിട്ട് പറയാ, 33 വയസ്സുണ്ടായിരുന്നു, കിഡ്നി മാറ്റിവെച്ചു, ഫെയിലായി പോയി, മരിച്ചുപോയി. ആരോടാ പറയണേ? രോഗം പിടിച്ച് കിടക്കുന്നവൻ. അവനെ എങ്ങനെയെങ്കിലും കൊല്ലാനാ നമ്മൾ നോക്കണത്. സത്യത്തിൽ അവന്റെ അടുക്ക പോയിട്ട് അവന്റെ മനസ്സിന് ധൈര്യമുണ്ടാകുന്ന, ഈമാൻ വർദ്ധിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നാ. രോഗം പിടിച്ചവന്റെ അടുത്ത് പോയിരുന്ന കരയും, വല്ലവന്റെ സങ്കടം കേട്ടാ കരയും. കരയാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ മുഴുവനും നമ്മൾ കരയും. എങ്കിലും നബിതങ്ങൾ പറഞ്ഞു, 5 സമയങ്ങളിൽ കരയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 5 സമയങ്ങളിൽ കരയണം. ആ 5 സമയം ഞാൻ പറയണില്ല, ഒരു സമയം പറയാം. ഒരു സമയം പറയാം. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സമയം നിങ്ങൾ കരയണം. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സമയം നിങ്ങൾ കരയണം. ഉസ്താദന്മാര് ഷോ കാണിക്കുന്നതാണ് നിങ്ങൾ വിചാരിച്ചേ. ഈ ദുആ ചെയ്യുന്ന സമയത്തൊക്കെ ഉസ്താദ് കരയുമ്പോ ഷോ കാണിക്കുവാന്ന് നമ്മൾ കരുതിയേ അല്ല. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കരയണം. നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട് നീ കര. നിനക്ക് കരച്ചല് വരുന്നില്ലേ? നിനക്ക് കരച്ചല് വരുന്നില്ലേ? അഭിനയിക്കുക. നബിതങ്ങൾ പറയാ, നീ കരയുന്നവനെ പോലെ ഒന്ന് അഭിനയിക്കെങ്കിലും ചെയ്യുന്ന നബിയന റസൂലുള്ളാഹി. ഉറക്കെ പറഞ്ഞ നബിയന റസൂലുള്ളാഹി. നബിതങ്ങൾ പറയുന്നു, ദുആ ചെയ്യുന്ന സമയത്ത് കരയാൻ പറ്റുമെങ്കിലും നീ കര. കരച്ചല് വരുന്നില്ലേ? അഭിനയിക്കുക. അതിനും നിന്നെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നരകവാസികൾ കരയും. നരകത്തിൽ കിടക്കുന്നവര് കരയും. മഴ പെയ്യുന്ന സമയത്ത് ഓടയിലൂടെ വെള്ളം പോകും, റോഡിലൂടെ വെള്ളം ഒഴുകും, ഒരടയാളം കാണാം. വെള്ളം ഒഴുകിപ്പോയതിന്റെ ഒരടയാളം കാണാം. നബിതങ്ങൾ പറയുന്നു, നരകവാസി കരഞ്ഞ് കരഞ്ഞ് അവന്റെ മുഖത്തൊരു ചാല് കാണാം. കണ്ണുനീര് ഒഴുകിയതിന്റെ ഒരടയാളം, ഒരു ചാല് കാണാം. എന്നിട്ടോ കരഞ്ഞ് കരഞ്ഞവന്റെ കണ്ണുനീര് തീർന്നാൽ അവന്റെ കണ്ണിലൂടെ രക്തമൊഴുകുമെന്ന് നബിയനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുആ ചെയ്യുന്ന സമയത്ത് കരയണം. കരച്ചല് വരാത്തവർ അഭിനയിക്കണം. അങ്ങനെ കരഞ്ഞാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ TV കണ്ടിട്ട് കരയും, സീരിയൽ കണ്ടിട്ട് കരയും, സിനിമ കണ്ടിട്ട് കരയും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ കരയും. ആവശ്യമുള്ള ഒരു സമയത്തും നമ്മൾ കരയാറില്ല. ദുആ ചെയ്യുമ്പോ കരയുന്ന ആരാ ഉള്ളേ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആരാ ഉള്ള? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സീരിയൽ കണ്ടിട്ട് ഉമ്മ മൂക്ക് പിഴി, പാപം. അല്ലാഹുവേ പടച്ചവനെ, മൂക്ക് പിടിച്ചല, കരച്ചല. ആകാശദൂതെന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. അത് കരയാതെ കാണുന്നവന് സമ്മാനം വരെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ. ഇതെന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അത് കണ്ട് കരയും. ഇന്ന് ദുആ ചെയ്യുന്ന സമയത്ത് കരയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇന്ന് കരയണം നിങ്ങളൊക്കെ. ഇന്ന് എല്ലാവരും ദുആ ചെയ്യുന്ന സമയം ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ആത്മാർത്ഥമായിട്ട് കരയണം. കരഞ്ഞ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയും?
അള്ളാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം, ആ കണ്ണുനീര് നാളെ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്യും, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യും. ദുആയ്ക്കൊന്നും കുറവില്ലെന്നേ, എല്ലാവരും ദുആ ചെയ്യുന്നുണ്ട്, ഉത്തരവില്ലെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും അള്ളാഹിനോട് ദുആ ചെയ്യുന്നുണ്ട്, തൗബയ്ക്ക് വല്ല കുറവുണ്ടോ? എന്നും ദുആ ചെയ്യലെന്നെ, എന്നും എല്ലാവരും ദുആ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? ഒരു പ്രയോജനമില്ലാത്ത തൗബ, കാക്കയുടെ തൗബ പോലെ നമ്മൾ ചെയ്യണത്. കാക്കയുടെ തൗബ പോലെ ആകരുത്. ഇവിടെ ദുആ ചെയ്യുമ്പോൾ ആ ദുആയ്ക്ക് ഒരു ഇഖ്ലാസ് ഉണ്ടാകണം. ആമീൻ പറയുന്നവന് ഒരു ഇഖ്ലാസ് ഉണ്ടാകണം. നിങ്ങൾ ആലോചിക്കേ, ഇന്നങ്ങനെ മനുഷ്യന്മാരോട് എത്ര പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യും. ആമീൻ പറയാൻ ആരാ ഉള്ളേ? സദ്യ ഉണ്ണാനിരിക്കുന്നത് പോലെ ചമ്മണം കൂട്ടിയിട്ടിരിക്കുക, ഇലയിട്ട് വിളമ്പിയാൽ മതി. കൈപോലും ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ നമ്മളിൽ പലർക്കും മടിയാ. സത്യം പറഞ്ഞ പള്ളിയിലെ ഉസ്താദ് തന്നെ ചിന്തിക്കും, ആർക്ക് വേണ്ടിയാ അല്ലാഹ് ഞാൻ ഈ ദുആ ചെയ്യണേ? കാരണം എന്തേ? ആരും മിണ്ടുന്നില്ല. ഇനി ആമീൻ പറഞ്ഞാലോ? ഉസ്താദ് ഒരിക്കൽ പള്ളി ദുആ ചെയ്യുന്നുണ്ട്. ദുആ ചെയ്യുന്ന സമയത്ത് ആരോ ഉറക്ക ആമീൻ പറയുന്നു. ആമീൻ ആമീൻ ആമീൻ. ഉസ്താദ് പറയണ, അല്ലാഹ് നരകത്തീന്ന് കാക്കണേ അല്ലാഹ്, ആമീൻ. നല്ല മരണം തരണേ അല്ലാഹ്, ആമീൻ. ഉസ്താദ് എന്നെ ആലോചിക്കുക, ആരാ അല്ലാഹ് ഈ ആമീൻ പറയണേ? ആദ്യമായിട്ട് പള്ളിക്കകത്ത് ഇത്രയും ശബ്ദത്തിൽ ഒരു ആമീൻ കേൾക്കണത്. ഉസ്താദ് ഇങ്ങനെ ഒന്ന് നോക്കുമ്പോ ഒന്നാമത്തെ സഫിൽ ഇരുന്നിട്ട് ഒരു സഹോദരൻ 2 കൈയും ഉയർത്തിപ്പിടിച്ചിട്ട് ആമീൻ പറയുന്നുണ്ട്. ഉസ്താദിന് വലിയ സന്തോഷമായി. ഉസ്താദ് ആ ചങ്ങാതിയെ നല്ലതുപോലെ ഒന്ന് നോക്കി. ഈ ആമീൻ പറയുന്ന ചങ്ങാതിയെ നല്ലതുപോലെ നോക്കിയപ്പോ അവന്റെ പോക്കറ്റിന്റെ അകത്തിരിക്കുന്നുണ്ട് ലോട്ടറി. നാളെയാണ് കാരുണ്യയുടെ ലോട്ടറി പോക്കറ്റിൽ വെച്ചിട്ടാ ഇവ ആമീൻ പറയുന്നത്. എന്താ ആമീൻ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇന്നത്തെ കാലഘട്ടം അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ചുമ്മാതെ കടന്ന് തൗബ ചെയ്തിട്ട് കാര്യമില്ല. 5 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ ദുആ ചെയ്യണമെന്നുമില്ല. ഒരു വാക്കുമതി. ഒരാളുടെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും പൊറുക്കാൻ ഒറ്റ വാക്കുമതി. അല്ലാഹ് എനിക്ക് നീ പൊറുത്തുതാ, അസ്തഗ്ഫിറുല്ലാ മതി. ആ പറയുന്ന വാക്ക് ഇഖ്ലാസ് ഉള്ളതായിരിക്കണം. എങ്ങനെ ദുആ ചെയ്യണമെന്നറിയോ? എങ്ങനെയാണ് അള്ളാഹുവിനോട് തൗബ ചെയ്യേണ്ടത് എന്ന് ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുക. ഉമർ തങ്ങൾ രാത്രിയിൽ ഇറങ്ങി നടക്കും. രാത്രി കാലങ്ങളിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഇറങ്ങി നടക്കും തന്റെ അനുയായികളെ കുറിച്ച് പഠിക്കാൻ. അങ്ങനെ രാത്രിയിൽ ഇറങ്ങി നടന്നു പോകുമ്പോ ഒരു ചങ്ങാതി എതിരെ നടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തെ ഉമർ തങ്ങളും കണ്ടു, ഉമർ തങ്ങൾ അദ്ദേഹത്തെയും കണ്ടു. രണ്ടുപേരും പരസ്പരം കണ്ടു. ആ മനുഷ്യന്റെ കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ 2 കുപ്പി കള്ളിരിക്കുന്നുണ്ട്. 2 കുപ്പി കള്ളും പിടിച്ചുകൊണ്ട് രാത്രി നടന്നു വരുമ്പോഴാ ഖലീഫയായ ഉമർ വരുന്നത്. ഈ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുവേ, ഇന്നത്തോടെ തീർന്നു എന്റെ കാര്യം. ഉമർ എന്ന് പറഞ്ഞ കരുണ കാണിക്കാത്ത ചങ്ങാതിയാ, ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. ഉമർ എന്നെ പിടിച്ച എന്റെ കാര്യം പോക്ക. ഈ മനുഷ്യന് ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയോ? ഇദ്ദേഹം നല്ല ഒരാളാണെന്നാ ഉമർ തങ്ങൾ കരുതിയിരുന്നേ. അദ്ദേഹത്തിന്റെ കോലമൊക്കെ വെച്ച് നോക്കുമ്പോ നല്ല ഒരു മനുഷ്യനാണെന്നാ കരുതിയിരുന്നേ. പക്ഷെ കള്ളും പിടിച്ചുകൊണ്ട് വരികയാ. ഈ മനുഷ്യന്റെ കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. ഇദ്ദേഹം 2 കണ്ണും അടച്ചു പിടിച്ചിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, ഞാൻ ചെയ്യുന്നത് പാപവാ. ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയ മരിക്കുന്ന കാലം വരെ കള്ള് കൈകൊണ്ട് പോലും ഞാൻ ഇനി തൊടൂല. എന്താ പറഞ്ഞേ? അല്ലാഹ് ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഇനി മരിക്കുന്ന കാലം വരെ കുടിക്കുന്നത് പോയിട്ട് തൊടുക പോലും ഞാൻ ചെയ്യില്ല. ഇത് പറഞ്ഞു തീർന്നിട്ട് കണ്ണു തുറന്നപ്പോ ഉമർ തങ്ങൾ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇത് പറഞ്ഞു തീർന്നിട്ട് കണ്ണു തുറക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുമ്പിൽ നിൽക്കുന്നുണ്ട്. സലാം പറഞ്ഞു, മടക്കി. എന്താ കയ്യില്? ഉമർ തങ്ങൾ ഒറ്റ ചോദ്യം, നിന്റെ കയ്യിൽ എന്താ? ഈ 2 കുപ്പി കള്ളും കയ്യിൽ പിടിച്ചിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, എന്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയാ. ഉമർ തങ്ങൾ പറഞ്ഞു തുറക്കാൻ. വേടിച്ചു തുറന്നു നോക്കിയപ്പോ ആ കള്ള് സുറുക്കയായി മാറി. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇദ്ദേഹം പറഞ്ഞ വാക്ക് അത്രയും ഇഖ്ലാസ് ഉണ്ടായിരുന്നു. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, അല്ലാഹ്, ഞാൻ ചെയ്തത് തെറ്റാ. ഇന്ന് എന്നെ രക്ഷപ്പെടുത്തിയ മരിക്കുന്ന കാലം വരെ ഞാൻ തൊടൂല. ഇനി എന്റെ കൈ കൊണ്ട് പോലും തൊടൂല. നിമിഷം നേരം കൊണ്ട് ആ കള്ള് സുറുക്കയായി മാറി എന്ന ചരിത്രം പഠിപ്പിക്കുകയാ. 2, ആ മനുഷ്യൻ എന്ത് ധൈര്യത്തിലാണോ പറഞ്ഞത് ഇത് സുറുക്കയാണെന്ന്? ആ മനുഷ്യൻ എന്ത് ധൈര്യത്തിലാ പറഞ്ഞേ?
അള്ളാഹു എന്നെ കൈവിടില്ല എന്നുള്ള ഉറച്ച വിശ്വാസം. എന്റെ റബ്ബെന്നെ കൈവിടൂല. ഈ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ആ മനുഷ്യൻ പറഞ്ഞത്. തൗബ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം ചെയ്യാൻ. അതിന് മണിക്കൂറുകൾ ദുആ ചെയ്യണമെന്നില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ 2 കൈയും ഉയർത്തിയിട്ട് ഇന്ന് ഈ നിമിഷം വരെ ചെയ്തത് മുഴുവനും പാപമാണ്, പടച്ചവനെ പുറത്തു തരണം, ഇതെന്റെ തൗബയ, ഇനി ചെയ്യില്ല. ഈ ഒരൊറ്റ വാക്കുമതി. ആ പറയുന്നത് ഇഖ്ലാസ് ഉള്ള ഒരു പറച്ചലാണോ? എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരികയാണ്. അതുകൊണ്ട് ഈ സദസ്സിൽ കടന്നു വന്നവരോട് പറയുകയാ, അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണേ. ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറയണം. എന്തിനാ തൗബ ചെയ്യാൻ പറയുന്നത്? ചുമ്മാതെയല്ല സഹോദരാ. തൗബ ചെയ്യാൻ പറയുന്നത് എന്തിനെന്നറിയോ? ഇന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞാൽ അല്ലാഹു നീതിമാനാ, അല്ലാഹു നീതിമാനാ. ഒരു തെറ്റിന്റെ പേരിൽ 2 പ്രാവശ്യം അല്ലാഹു ഒരടിമയെ ശിക്ഷിക്കൂല. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത് പറയുമ്പോ മായിസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ എന്നെ ഒന്ന് ശുദ്ധീകരിക്കു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നബി തങ്ങളുടെ മുമ്പിൽ വന്ന് പറയുകയാ. റസൂലുള്ളാഹി പറയുന്നു, പോ മായിസ്, പോ മായിസ്. കേൾക്കാത്തതുപോലെ പറഞ്ഞു വിടുകയാണ്. കാരണം കേൾക്കാഞ്ഞിട്ടല്ല, ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ട് പോയി തൗബ ചെയ്യട്ടെ. മായിസിനെ പറഞ്ഞു വിടുകയാ. മായിസ് റളിയല്ലാഹു തആല അൻഹു പോയി. വീട്ടിൽ ചെന്ന് സമാധാനമില്ല. രണ്ടാമതും വന്നു, യാ റസൂലല്ലാഹ്, എന്നെ ശുദ്ധീകരിക്കണം നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. സ്വഹാബത്തിനോട് പറയുന്ന കള്ള് കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക്. എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നു. സ്വഹാബികൾ പറഞ്ഞു, മായിസ് കള്ള് കുടിക്കില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമമെന്ന് എനിക്കറിയാ നബിയേ. എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് നിയമമെന്ന് എനിക്കറിയാ. എന്നിട്ടും ഇവരുടെയൊക്കെ മുമ്പിൽ നാണം കെട്ടിട്ട് ഞാൻ അങ്ങയുടെ മുമ്പിൽ വന്ന് ഏറ്റു പറയാനുള്ള കാരണം എന്തെന്നറിയോ? എനിക്ക് അല്ലാഹുവിനെ പേടിയാ, നരകം പേടിയാ. അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു വ്യഭിചാരിയെ പോലെ എനിക്ക് ചെന്ന് നിൽക്കാൻ പേടിയാണ് നബിയേ. നരകത്തിന്റെ തീ എനിക്ക് പറ്റില്ലല്ലോ. അവിടെ മരണമില്ലല്ലോ, ഇവിടെ മരണമുണ്ടല്ലോ, ഇവിടെ അവസാനമുണ്ടല്ലോ. അതുകൊണ്ട് ഇന്ന് ഇവിടെ നിന്ന് ഈ ശിക്ഷ ഏറ്റുവാങ്ങിയ അല്ലാഹു നാളെ എന്നെ രണ്ടാമത് ശിക്ഷിക്കില്ലല്ലോ നബിയേ. അല്ലാഹു കരുണ കാണിക്കുമല്ലോ. മായിസ് അവിടെ നിന്ന് ഏറ്റു പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ എറിഞ്ഞു കൊല്ലാ പറയുകയാ. മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ എറിയുകയാ, കല്ലെടുത്ത് എറിയുകയാണ്. വേദന സഹിക്കാൻ കഴിയാതെ മായിസ് ഓടുകയാ, മായിസ് ഓടുകയാ. കുറച്ച് കഴിഞ്ഞു സ്വഹാബികൾ നബി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, മായിസ് ഓടി രക്ഷപ്പെട്ടു നബിയേ. നബി തങ്ങളൊന്നും മിണ്ടിയില്ല. കുറച്ചു സമയം കഴിയുമ്പോ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് മായിസ് നബി തങ്ങളുടെ മുമ്പിലേക്ക് വരികയാ. അറിയാതെ ഓടിപ്പോയതാ നബിയെ, മരണവെപ്രാളത്തിൽ ഓടിപ്പോയതാ നബിയെ. ഒരു കുഴിയെടുത്തിട്ട് എന്നെ അതിനകത്ത് ഇറക്കി നിർത്തിയിട്ട് എറിയാ പറ നബിയെ. ഓടണമെന്ന് വിചാരിച്ചാലും പറ്റില്ലല്ലോ. മായിസ് തങ്ങളെ എറിഞ്ഞു കൊല്ലുകയാണ്. ഒരുപാട് നാളുകൾ കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിന്റെ
ചാരത്തുകൂടെ നടന്നു വരികയാ. അപ്പോഴാണ് സുബ്ഹാനല്ലാഹ് സ്വഹാബികൾ പറയുകയാ, വ്യഭിചരിച്ചതിന്റെ പേരിൽ എറിഞ്ഞു കൊല്ലപ്പെട്ട മായിസിന്റെ ഖബറാ. അവര് മായിസിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ നബി തങ്ങളുടെ മറുപടി എന്തായിരുന്നെന്നറിയുമോ? സ്വഹാബാ, നിങ്ങൾക്കറിയാത്തത് പറയല്ലേ, മായിസിന്റെ തൗബയോളം ഇനിയൊരു തൗബയില്ല, മായിസിന്റെ തൗബയോളം വലിപ്പമുള്ള ഒരു തൗബ ഇനിയില്ല. മായിസ് സ്വർഗത്തിലാ സ്വഹാബാ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഒരുപാട് പാപം ചെയ്തില്ലേ, ഒരുപാട് തെറ്റുകൾ ചെയ്തില്ലേ, പാപ്പാ ചുമന്നുകൊണ്ട് നടക്കരുത്. അള്ളാനോട് പറ, ഇത് പൊറുക്കുന്ന മാസമാ, ഇത് മായിച്ചു കളയുന്ന മാസമാ, അല്ല പുറത്തു തരാമെന്ന് പറഞ്ഞ മാസമാ. നീ എന്തിനാ പേടിക്കുന്നത്? നീ എന്തിനാ വിഷമിക്കുന്നത്? ലോകത്തിന്റെ അധിപനായ അള്ളാഹുവിന്റെ മുമ്പില് കള്ളു കുടിച്ചതും വ്യഭിചരിച്ചതും വൃത്തികേടുകൾ ചെയ്തതും അള്ളാനെ മറന്ന് നടന്നതും ഒന്ന് പറയാനുള്ള മനസ്സല്ലേ വേണ്ടത്? പെങ്ങളെ, പാപങ്ങൾ പറയണേ പെങ്ങളെ. ആരെ പോലെയെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ഒരു ഗർഭിണി കടന്നു വരികയാ. നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഗർഭിണിയായ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞ്, അതാ എന്റെ വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞ് അത് ജാരസന്തതിയാണ് നബിയേ, വ്യഭിചാരത്തിലൂടെ ഉണ്ടായതാണ്. നബി തങ്ങൾ പറഞ്ഞു, നീ പോയിട്ട് പ്രസവിച്ചിട്ട് വരാറ്, പ്രസവം കഴിഞ്ഞു വരാറ്. എന്തിനാണ് പറഞ്ഞു വിട്ടത്? 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കണ്ടാ ഉമ്മയ്ക്ക് ജീവിക്കാൻ മോഹം തോന്നുമല്ലോ, ആഗ്രഹം തോന്നുമല്ലോ, മനസ്സു മാറുമല്ലോ. തൗബ ചെയ്ത് ജീവിക്കട്ടെ. നബി തങ്ങൾ പറഞ്ഞു വിട്ടു. പ്രസവം കഴിഞ്ഞിട്ട് ചോര കുഞ്ഞുമായിലാ ഹദ്റത്തി റസൂലില്ലാഹ്, നബി തങ്ങളുടെ ചാരത്ത് വരികയാ. യാ റസൂലല്ലാഹ്, പ്രസവം കഴിഞ്ഞു നബിയേ, എന്നെ ശുദ്ധീകരിക്ക് നബിയേ. നബി തങ്ങൾ പറഞ്ഞു, പാല് കൊടുക്ക്, കുഞ്ഞ് ആഹാരം കഴിക്കാൻ സമയമാകുമ്പോ വാ. നബി തങ്ങൾ പിന്നെയും പറഞ്ഞു വിട്ടു. ആ കുഞ്ഞിന്റെ ചിരി കണ്ട, ആ കുഞ്ഞിന്റെ മുഖം കണ്ട പെറ്റ ഉമ്മയുടെ മനസ്സു മാറുമല്ലോ, ആ പെണ്ണിന്റെ മനസ്സു മാറിയില്ല. അള്ളാന്റെ റസൂലിന്റെ മുമ്പില് കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ട് കുഞ്ഞിന്റെ വായിൽ ഭക്ഷണം വെച്ച് കൊടുത്തിട്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, എന്റെ കുഞ്ഞു ഭക്ഷണം കഴിക്കുന്നു നബിയേ, ഇനിയെങ്കിലും എന്നെ ശുദ്ധീകരിക്ക്. ഇതിനാടോ തൗബ എന്ന് പറയുന്നത്? അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരോട് പറയുകയാ, നിങ്ങൾ ദുആ ചെയ്യുമ്പോ കരയ്, നിങ്ങൾ ദുആ ചെയ്യുമ്പോ കരയ്. കരയാൻ പറ്റുന്നില്ലേ? കരയുന്നവരെ പോലെ ഒന്ന് അഭിനയിക്കു പെങ്ങള്, കരയുന്നവരെ പോലെ ഒന്ന് അഭിനയിക്ക്. കണ്ണ് നനയ്ക്കാൻ പറ്റുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഉദാഹരണം പറയുകയാ. നാളെ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ നന്മയും തിന്മയും തൂക്കുകയാണ്. ഒരു മനുഷ്യന്റെ നന്മ തിന്മകൾ തൂക്കി തിന്മയുടെ ഭാരം കൂടുകയാണ്. ആ മനുഷ്യനെ നരകത്തിൽ വലിച്ചെറിയാൻ പറയുകയാ, ആ മനുഷ്യനെ നരകത്തിൽ വലിച്ചെറിയാൻ പറയുകയാ. ആ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോ ആ മനുഷ്യന്റെ കണ്ണിലെ ഒരു രോമമുണ്ടല്ലോ, ഈ കണ്ണിന്റെ മുകളിൽ കാണുന്ന ഒരു രോമമുണ്ടല്ലോ, അള്ളാനോട് പറയുന്നു, അല്ലാ, എനിക്ക് സംസാരിക്കാൻ അനുവാദം വേണം റബ്ബേ, എനിക്ക് സംസാരിക്കാൻ അനുവാദം വേണം റബ്ബേ. ആരാ പറയുന്നത്? കണ്ണിലെ ഒരു രോമമാണ്, കൺപീലിയിലെ ഒരു രോമമാണ്. അല്ലാഹു അനുവാദം കൊടുത്തു. ആ കൺപീലി പറയുന്നു, നാഥാ, ഒരിക്കൽ നിന്നെ കുറിച്ച് പറഞ്ഞപ്പോ, നിന്റെ ശിക്ഷകളെ കുറിച്ച് പറഞ്ഞപ്പോ ഇവന്റെ കണ്ണൊന്നു നനഞ്ഞു റബ്ബേ, കരഞ്ഞ്
കരഞ്ഞില്ല, കണ്ണുനീര് വീണില്ല. ഒരു രോമമേ നനഞ്ഞുള്ളൂ, ഒരേ ഒരു രോമമേ നനഞ്ഞുള്ളൂ. ഒരു രോമം നനയുന്ന രീതിയിൽ ആ മനുഷ്യന്റെ കണ്ണൊന്ന് കലങ്ങിയപ്പോ ഒരു രോമം നനയുകയാണ്. ആ രോമമാട് അല്ലാഹുവോട് പറയുന്നത്, നാഥാ ഇവനെ നരകത്തിലിടല്ലേ അല്ലാ, സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. ആ കണ്ണിലെ ഒരു രോമം അവനെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, റമളാൻ വിട പറയുകയാണ്. പരിശുദ്ധമായ റമളാനിന്റെ 25ാമത്തെ നോമ്പ് പിടിച്ച് ഹാഫിളീങ്ങൾ ഇരിക്കുന്ന മജ്ലിസാണ്, യതീമായ മക്കൾ ഇരിക്കുന്ന മജ്ലിസാണ്. അല്ലാഹുവേ, ഒരുപാട് ഹാഫിളീങ്ങളും ആലിമീങ്ങളും ഇരിക്കുന്ന മജ്ലിസിൽ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് 2 കൈകൾ ഉയർത്തിയിട്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും കഴുകാൻ പോകുകയാണ്. ആരൊക്കെയാണ് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത്? ആരൊക്കെയാണ് വീടെത്തുന്നത്? അറിയില്ല സഹോദരാ. നാളെ നോമ്പ് പിടിക്കാൻ ആരൊക്കെ ഉണ്ടാകുമെന്നറിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം, അല്ലാഹുവോട് പശ്ചാത്തപിച്ചു മടങ്ങാം, അല്ലാഹുവിനോട് പാപങ്ങൾ കഴുകിയിട്ട് മടങ്ങാം. അല്ലാഹുവേ, ഞങ്ങളുടെ തൗബയ സ്വീകരിക്കണേ അല്ലാ. ഇന്ന് ദുആ ചെയ്തിട്ട് പിരിഞ്ഞ നീ കള്ള് കുടിച്ചവനാണോ കുഴപ്പമില്ല, വ്യഭിചരിച്ചവനാണോ കുഴപ്പമില്ല, പടച്ചവനെ നിസ്കരിക്കാത്തവനാണോ, ഭർത്താവിനെ വഞ്ചിച്ചവളാണോ, ഭാര്യ വഞ്ചിച്ചവനാണോ, നീ എത്ര വലിയ പാപം ചെയ്താലും പേടിക്കണ്ട. എത്ര വലിയ കൊടും പാപം ചെയ്താലും എന്തിനാ പേടിക്കുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? അള്ളയുണ്ടല്ലോ, പടച്ച റബ്ബുണ്ടല്ലോ. ആരാ അള്ളയെന്നറിയോ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. നമ്മുടെ അല്ലാഹ് ആരെന്നറിയോ? 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ, 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ. പിഞ്ചു പെൺകുട്ടികളെ ജീവനോടെ കുടിച്ചു മൂടിയ ഉപ്പമാർക്ക് പുറത്തു കൊടുത്തവനാ. എന്തിനാ? പള്ളിപ്പറമ്പിൽ കടന്ന മയ്യത്തിനെ വ്യഭിചരിച്ചവന് പുറത്തു കൊടുത്തവനാ. പേടിക്കണ്ട മക്കള്, അല്ലാഹു പറയുകയാ, പറഞ്ഞു കൊടുക്ക് നബിയേ, പറഞ്ഞു കൊടുക്ക് നബിയേ. എന്നോട് പറയാൻ പറ, എന്നോട് ചോദിക്കാൻ പറ. മടി വേണ്ട, മടി വേണ്ട, ഒരു നാണവും വേണ്ട, ഒരു ലജ്ജയും വേണ്ട. അല്ലാഹുവിന്റെ മുമ്പിൽ പറയാനുള്ളത് എണ്ണി എണ്ണി പറഞ്ഞോ. ഇനി അവസരം കിട്ടണമെന്നില്ല, അല്ലാഹു തരുന്ന ഒരു ചാൻസാ. പറയാനുള്ളത് മുഴുവനും ഇന്ന് ഈ യതീംഖാനയുടെ മുമ്പിൽ, ഈ ഹാഫിളീങ്ങളുടെ മുമ്പിൽ ഇന്നിവിടെ ഇരുന്ന് റബ്ബിനോട് പറഞ്ഞിട്ട് പിരിഞ്ഞോ. ചുമ്മാതെ പറയല്ലേ, ചുമ്മാതെ പറയല്ലേ. എങ്ങനെ പറയണമെന്നറിയോ? എങ്ങനെ ദുആ ചെയ്യണമെന്നറിയോ? പൊറുക്കന്റെ പാപമോ സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തള്ളിവിട്ടു ചാദിച്ചതാ. അല്ലാതെ ധിക്കരി ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അള്ളാഹിനോട് പറയുമ്പോ എങ്ങനെ പറയണം? ചുമ്മാതെ പുറത്തുതാ പുറത്തുതാ പുറത്താ കാര്യമില്ല. ഇപ്പൊ അസ്തഗ്ഫിറുല്ലാഹ് പറയണില്ലേ? അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, എന്ത് കാര്യം? പറയുമ്പോ അള്ളാഹിനോട് പറയണം. കള്ളു കുടിച്ചെങ്കിൽ കുടിച്ചെന്ന് പറയണം, വ്യഭിചരിച്ചെങ്കിൽ വ്യഭിചരിച്ചെന്ന് പറയണം, പാപം ചെയ്തെങ്കിൽ പാപം ചെയ്യുന്ന പറയണം. എന്നിട്ട് അള്ളാഹിനോട് പറയണം, പടച്ചവനെ, നിന്നെക്കാളും പൊറുക്കുന്ന ഒരാളും ഈ ലോകത്തില്ല. അല്ലാഹുവേ, നിന്നെക്കാളും പാപം പൊറുക്കണ ഒരാളും ഈ ലോകത്തില്ല. പടച്ചോനെ, ഞാൻ പറ്റിപ്പോയി റഹ്മാനെ, ശൈത്താൻ ചതിച്ചതാ, ഈ ദുനിയാവെന്നെ വഞ്ചിച്ചതാ, സാഹചര്യം കൊണ്ട് ചെയ്യിപ്പിച്ചതാ അല്ലാഹ്. അതുകൊണ്ട് റബ്ബേ, നീ എനിക്ക് പുറത്തു തരണം, ഇനി ചെയ്യൂല.
ഇനി ഒരു കാലത്ത് ഞാൻ ചെയ്യൂല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റബ്ബിനോട് പറയുമ്പോൾ പറയണം, അള്ളാഹിനോട് പറയേണ്ട ഒരു കാര്യം. ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ, റൂമിനകത്തിരുന്ന് മൊബൈൽ കാണുകയാണ്. നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം, ദുആ ചെയ്യുമ്പോൾ പറയണമെന്ന് പറയാനുള്ള കാരണം, നമ്മളൊക്കെ റൂമിനകത്തിരുന്ന് മൊബൈൽ കാണുകയാണ്, കാണാൻ പാടില്ലാത്ത എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാ. അപ്പോഴാ ഒരാൾ റൂമിലേക്ക് വന്നു, ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നു. കണ്ട ഉടനെ ആ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓഫാക്കി വെക്കും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഓഫാക്കി വെക്കൂലേ? ഓഫാക്കി വെക്കൂലേ? ഒരു സാധാരണ ഒരാള് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് പേടിച്ചിട്ട് ഓഫാക്കുന്നു. എന്നാ എന്നെയും നിന്നെയും പടച്ച അള്ള കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അള്ളാഹെ നമുക്ക് പേടിയില്ല, അള്ളാനെ നമുക്ക് പേടിയില്ല. അതുകൊണ്ട് നമ്മൾ ആ വീട്ടിലേക്ക് വരുന്ന മനുഷ്യന് കൊടുത്ത സ്ഥാനം പോലും നമ്മളിൽ പലരും അള്ളാന് കൊടുത്തിട്ടില്ല, നമ്മളിൽ പലരും അള്ളാന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ പറയുകയാ, അള്ളാഹുവിനോട് പറയുമ്പോൾ ഓരോന്നും ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക്